ഹലോ, മിയാനി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ കൊണ്ട് എളുപ്പത്തിലൊരു ഉപ്പുമാവാണ്. അപ്പോൾ അതിന് വേണ്ടത് ഞാനിവിടെ 1 കപ്പ് സേമിയ, ഇത് റോസ്റ്റഡ് സേമിയാണ്, എടുത്തു വെച്ചിട്ടുണ്ട്. റോസ്റ്റഡ് സേമിയ തിളച്ച വെള്ളത്തിലേക്കിട്ട് 1 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് വെള്ളം പോകാൻ വേണ്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. സേമിയ ഉപ്പുമാവ് തയ്യാറാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാൻ സേമിയ ഇപ്പം ചൂടുവെള്ളത്തിലിട്ട് 1 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് ഡ്രെയിൻ ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു വലിയ സവാള ചെറിയ സ്ലൈസായി അരിഞ്ഞത്. എൻ്റെ കയ്യിൽ തീരെ ചെറിയ സവാള ആയിരുന്നു, അതുകൊണ്ട് ഞാനൊരു 3 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് 3 എണ്ണം, ഉണക്കമുന്തിരി 1 സ്പൂണ്, ഇത്ര മതി. പിന്നെ അണ്ടിപ്പരിപ്പ് ഞാനൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സേമിയ ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടത്. നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് 2 സ്പൂൺ എണ്ണ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി, അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പിട്ട് ഇളക്കി കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് ഉണക്കമുന്തിരിയും ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മന്തി കരിഞ്ഞു പോകാതെ നോക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ചുമന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ചുമന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഒരുപാട് മൂത്ത് കരിഞ്ഞു പോകണ്ട. ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കണം. ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറമാകട്ടെ. നമുക്ക് സവാളയിലേക്ക് മാത്രം ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതി. നമ്മൾ സേമിയയിലേക്ക് ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടല്ലോ, ഉപ്പിട്ടിട്ടാണല്ലോ ബോയിൽ ചെയ്തത്, അതുകൊണ്ട് പിന്നെ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഉള്ളിക്ക് മാത്രം ആവശ്യമുള്ളത്. ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഒന്ന് വഴണ്ട് വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടില്ലായിരുന്നു, അപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒന്നും കൂടെ ഇളക്കി ഒന്നും കൂടെ ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ ഇരിക്കട്ടെ. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമുക്കിത് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. പെട്ടെന്ന് 2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. ഓൾറെഡി ബോയിൽഡ് അല്ലേ സേമിയ. അടച്ച് വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഉപ്പുമാവ് റെഡിയായെന്ന് നോക്കാം. ഉപ്പുമാവ് നല്ല സെറ്റായിട്ടുണ്ട്. വെന്ത് നല്ലോണം എല്ലാം മിക്സായിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് നോക്കാം. ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പുമാവ് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലേറ്റിലോട്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഉപ്പുമാവാണിത്. ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഇതിഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 4 മുതൽ 5 മിനിറ്റ് വരെ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് വെന്ത് കിട്ടും. വീട്ടിലുള്ള ഐറ്റംസ് എല്ലാം ഉപയോഗിച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഉപ്പുമാവാണിത്. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.